സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് ആരാണ്? ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് PC റായ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, PC റായ്. 2022 ജമ്മു കാശ്മീരിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ പാലം ഏത് നദിക്ക് കുറുകെയാണ്? 2022 ജമ്മു കാശ്മീരിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ പാലം ഏത് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെനാബ് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. ചെനാബ് നദി. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. കെ ഫോൺ പദ്ധതി. ഓപ്ഷൻ ബി, എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, അക്കോസ്റ്റിക്സ്. ഏതവസ്ഥയിലാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്നത്? ഏതവസ്ഥയിലാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്നത്? പ്ലാസ്മാവസ്ഥയിലാണ്. പ്ലാസ്മാവസ്ഥ. സ്വർണ ജയന്തി സ്വരോസ്കർ യോജനയുടെ പുതിയ രൂപം. സ്വർണ ജയന്തി സ്വരോസ്കർ യോജനയുടെ പുതിയ രൂപം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. NRLM. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ്. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ്. ഓപ്ഷൻ എ, അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ് ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ്. 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെയാണ്? 1904 SNDPയുടെ ആദ്യത്തെ വാർഷിക യോഗം നടന്നത് എവിടെയാണ്? അരുവിപ്പുറമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, അരുവിപ്പുറം. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? അമരാവതി സമ്മേളനമാണ്. ഓപ്ഷൻ എ, അമരാവതി സമ്മേളനം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആര്? SNDP അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാൻ ആണ്. കുമാരനാശാൻ. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനം. ബൊക്കാറോ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ബൊക്കാറോ ഉരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലാണ് ബൊക്കാറോ ഉരുക്കുശാല സ്ഥിതി ചെയ്യുന്നത്. ജാർഖണ്ഡ്. 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു? 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ചർക്ക. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചർക്ക. ഏതിന്റെ അയിരാണ് ഗലീന? ഗലീന ഏതിന്റെ അയിരാണ്? കറുത്തീയമാണ്. കറുത്തീയത്തിന്റെ അയിരാണ് ഗലീന. വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവാണ്? വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവാണ്? വിറ്റാമിൻ ബി. വിറ്റാമിൻ ബിയുടെ കുറവാണ് വായ്പുണ്ണിന് കാരണമാകുന്നത്. വിറ്റാമിൻ ബി. ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ്. ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ്.
നിർമ്മൽ ഗ്രാമ പുരസ്കാർ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. നിർമ്മൽ ഗ്രാമ പുരസ്കാർ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായിട്ട് രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി VP മേനോൻ. VP മേനോൻ. ബോക്സൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമേത്? ബോക്സൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം അലൂമിനിയമാണ്. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാക്കണം? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് 18 വയസ്സ് പൂർത്തിയാക്കണം. 18 വയസ്സ്. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. നിലമ്പൂർ. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്ക. ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം. ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചമാണ് ഓസോൺ പാളി. ഓസോൺ പാളി. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത പ്രതിഭ പാട്ടേൽ ആണ്. പ്രതിഭ പാട്ടേൽ. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏതാണ്? MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം സർബതി സൊണോറയാണ്. സർബതി സൊണോറയാണ് MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം. സർബതി സൊണോറ. ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യത്തെ ജില്ല. ഇന്ത്യയിൽ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ലയാണ് കണ്ണൂർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കണ്ണൂർ. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചതാരാണ്? ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായിട്ട് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായിട്ട് എന്ത് നിർമ്മിക്കുന്നത്? സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. റിക്കറ്റ്സ് അഥവാ കണരോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നു? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണരോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്. വിറ്റാമിൻ ഡി. ഒരാറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32 ആണ്. ഒരാറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 32. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചതാരാണ്? മാർത്താണ്ഡവർമ്മ രചിച്ചത് CV രാമൻ പിള്ളയാണ്. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആരാണ്? CV രാമൻ പിള്ള. കേരളത്തിൻ്റെ വടക്കു മുതൽ തെക്കേ അറ്റം വരെയുള്ള ജലപാത. കേരളത്തിൻ്റെ വടക്കു മുതൽ തെക്കേ അറ്റം വരെയുള്ള ജലപാതയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വെസ്റ്റ് കോസ്റ്റ് കനാൽ. ശാക്യമുനി എന്നറിയപ്പെടുന്നത്. ശാക്യമുനി. ശ്രീബുദ്ധനാണ് ശാക്യമുനി എന്ന് അറിയപ്പെട്ടിരുന്നത്. ശാക്യമുനി ശ്രീബുദ്ധൻ. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് മൊറാർജി ദേശായി ആണ്. മൊറാർജി ദേശായി. 1931 38 ദിവസം നീണ്ടുനിന്ന യാചനയാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. 1931 38 ദിവസം നീണ്ടുനിന്ന യാചനായാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. ഉൽപാദന കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിനായി 2014 സെപ്റ്റംബർ 25 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതി. 2014 സെപ്റ്റംബർ 25 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ.
മേക്ക് ഇൻ ഇന്ത്യ. മലയാളി മെമ്മോറിയലിൻ്റെ സൂത്രധാരൻ. മലയാളി മെമ്മോറിയലിൻ്റെ സൂത്രധാരൻ GP പിള്ളയാണ്. GP പിള്ള. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹം. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹമാണ് ഭൂമി. ബിഷപ്പ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബിഷപ്പ് ചെസ് ആണ്. ബിഷപ്പ് എന്ന പദം ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചെസ്. സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചത് ആരാണ്? സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ആസ്ഥാനം. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ആസ്ഥാനം ആലപ്പുഴ. സാരേ ജഹാം സേ അച്ച എന്ന ഗാനം രചിച്ചത്? സാരേ ജഹാം സേ അച്ച എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷനാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വില്യം ലോഗൻ കമ്മീഷൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സ്റ്റേപ്പിസ്. ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം താഴെ പറയുന്നതിൽ ഏത് ചക്രത്തെ ബാധിക്കുന്നു? ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം കാർബൺ ചക്രത്തെയാണ് ബാധിക്കുന്നത്. കാർബൺ ചക്രം. വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം. വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 1981 1981. പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കുന്നതിനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? വന്ദന ശിവയാണ്. വന്ദന ശിവ. പ്രസ്ഥാനത്തിൻ്റെ പേര് നവധാന്യ. പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കുന്നതിനായിട്ട് നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തകയാണ് വന്ദന ശിവ. പ്രകാശ സംശ്ലേഷണ അവയവം എന്നറിയപ്പെടുന്നത്? പ്രകാശ സംശ്ലേഷണ അവയവം എന്നറിയപ്പെടുന്നത് ഇല്ല. നീലേശ്വരം നാടുവാഴിക്കെതിരെ നടന്ന ജനമുന്നേറ്റം ഏത്? നീലേശ്വരം നാടുവാഴിക്കെതിരെ നടന്ന ജനമുന്നേറ്റമാണ് കയ്യൂർ സമരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. കയ്യൂർ സമരം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. സുകുമാർ സെൻ. അവസാനത്തെ ചോദ്യം. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന? MKSS ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന MKSS. ഇന്നത്തെ ക്ലാസ്സിൽ 50 ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാം തന്നെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.